ഹായ്, എല്ലാവർക്കും നമസ്കാരം. ടിന്നക്കോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാധവ മാസം തുടങ്ങാറായി. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വൈശാഖ മാസം എപ്പോഴാണെന്ന്, അതെന്നാ തുടങ്ങുന്നത് എന്ന്, എത്ര വിശേഷപ്പെട്ട മാസമാണ് എന്ന്? ഈ വർഷം വൈശാഖ മാസം തുടങ്ങുന്നത് ഏപ്രിൽ 18 മുതലാണ്, അവസാനിക്കുന്നത് മെയ് 16. ഇതൊരു സാധാരണ മാസമല്ല കേട്ടോ, മാധവ മാസമാണ്. മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട മാസം, മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം നിറഞ്ഞ ഒരു ദിവ്യകാലം. അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ളൊരു മാസമാണ് ഇത് കേട്ടോ. എനിക്ക് ഈ മാസം നല്ല പ്രത്യേകതയാണ്. ഏപ്രിൽ 18 എന്റെ ജന്മദിനം കൂടിയാണ്. ഈ വർഷം ഈ ദിവ്യമായ മാസത്തിന്റെ തുടക്കത്തിൽ ഏപ്രിൽ 18 അത് മാധവ മാസം തുടങ്ങുവാണല്ലോ എന്നുള്ളത് എന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ വിശ്വസിക്കുക. വൈശാഖ മാസത്തിൽ ചെയ്യുന്ന ഓരോ സത്കർമ്മത്തിനും പല മടങ്ങ് ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. പ്രഭാത സ്നാനം ഈ മാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എല്ലാ തീർത്ഥങ്ങളും നദികളും ആ വെള്ളത്തിന്റെ സാന്നിധ്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ എഴുന്നേറ്റ് സ്നാനം ചെയ്യുന്നത് വളരെ പുണ്യമുള്ളതാണ്. ജലദാനം, ഇപ്പോൾ ചൂട് കൂടിയ ഒരു സമയമല്ലേ, ദാഹിക്കുന്നവർക്ക് വെള്ളം കൊടുക്കുക, അതാണ് ഏറ്റവും വലിയ ദാനം. ആളുകൾക്ക് കുടിവെള്ളം നൽകാം, പക്ഷികൾക്കും മൃഗങ്ങൾക്കും വെള്ളം വെക്കാം, ചെരുപ്പ്, കുട എന്നിവ ദാനം ചെയ്യാം. ഇവയെല്ലാം ദൈവസേവനമാണ്. ഈ മാസത്തിൽ ക്ഷേത്ര ദർശനം ചെയ്യുക, അതായത് ഗുരുവായൂരൊക്കെ പോവാന്നൊക്കെ പറഞ്ഞാല് ഭയങ്കര ഭാഗ്യം കേട്ടോ. അതുപോലെ ഭാഗവതം, ഗീത, നാരായണീയം, നാരായണ കവചം ഇതൊക്കെ വായിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, സപ്താഹങ്ങളിലൊക്കെ പങ്കെടുക്കുക. ഇവയെല്ലാം ആത്മീയമായി നമ്മളെ ഉയർത്തും. വൈശാഖ മാസത്തിലെ പ്രധാന ദിനങ്ങൾ അക്ഷയ തൃതീയ, നരസിംഹ ജയന്തി, ബാലരാമ ജയന്തി, ശങ്കരാചാര്യ ജയന്തി. ഈ മാസത്തിൽ ഓരോ ദിവസവും തന്നെ ശുഭമാണ്, ഒരുപാട് പ്രത്യേകതയാണ്. അത്രയും നല്ല മാസമാണ് കേട്ടോ. ഈ വൈശാഖ മാസത്തിൽ നമുക്ക് കഴിയുന്നത്ര നന്മ ചെയ്യാം, ഭക്തിയോടെ ജീവിക്കാം. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. കമന്റ് എന്തായാലും ചെയ്യണം. എല്ലാവരും ഇത് ഈ മാധവ മാസത്തെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ നാരായണ എന്ന് എഴുതുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഉടൽ തന്നതും അതിലുയർത്തന്നതും ഉണ്ണാനൊടുക്കുവാനേകുന്നതും കരയിപ്പതും കണ്ണീരൊപ്പുന്നതും ശിക്ഷിപ്പതും കാത്തുരക്ഷിപ്പതും കരയിപ്പതും കണ്ണീരൊപ്പുന്നതും ശിക്ഷിപ്പതും കാത്തുരക്ഷിപ്പതും ചിത്രം വിചിത്രം ലീലകൾ കണ്ണാ, എത്ര വിചിത്രം കൽപ്പിതങ്ങൾ. എന്താണ് മുന്നിരക്കേണ്ടു ഞാൻ, എനിക്കെന്താണ് വേണ്ടതെന്നറിയാത്തതോ ഭവാനെന്താണ് മുന്നിരക്കേണ്ടു ഞാൻ, എനിക്കെന്താണ് വേണ്ടതെന്നറിയാത്തതോ. ഇനി എന്താകലും നിൻഹിതം പോലെയല്ലാതെ എന്താണ് സാധ്യമീ പാരിലഹോ. ഇനി എന്താകലും നിൻഹിതം പോലെയല്ലാതെ എന്താണ് സാധ്യമീ പാരിലഹോ. മുത്തറിഞ്ഞുടയോനെ മുകിൽ വന്നേ, തൃപ്പാദ പങ്കജം കൈ തൊഴുന്നേ,
തൃപ്പാദ പങ്കജം കൈ തൊഴുന്നേ.